എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ കാക്കാഷ് സെൻസായി കാണിക്കും. ആളാണെങ്കിൽ ഡംപ്ലിങ്സ് എല്ലാം കഴിച്ച് അങ്ങനെ ഹായ് ആയിട്ട് നടക്കുമ്പോഴായിരിക്കും കയ്യിലുണ്ടായിരുന്ന ബെല്ല് അത് താഴെ വീഴുക. ആളാണെങ്കിൽ ആ ബെല്ല് അത് പതിയെ കയ്യിലെടുക്കും. അടുത്ത നിമിഷം തന്നെ നെഗറ്റീവായിട്ട് എന്തോ ഒന്ന് ആൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. കാക്കാഷി പതിയെ ഒന്ന് ടേൺ ചെയ്ത് നോക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ബൊറൂട്ടോ. നൈസായിട്ട് കാക്കാഷി ആണെങ്കിൽ അവനെ കാണാത്ത പോലെ മുൻപോട്ടേക്ക് നടക്കും. പക്ഷെ ബൊറൂട്ടോ ആണെങ്കിൽ വിടാതെ ആളുടെ പിന്നാലെ പോവാണ്. കാക്കാഷി മാസ്റ്റർ, പ്ലീസ് ദയവ് ചെയ്ത് ഒന്ന് നിൽക്കൂ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അങ്ങേ കണ്ടുപിടിച്ചത്. കാക്കാഷി ആണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയ്ക്ക് നേരെ ടേൺ ചെയ്ത് അവനോട് കാര്യം അന്വേഷിക്കും. അതിന് ബൊറൂട്ടോ പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് നിങ്ങളുടെ ഒരു സഹായം വേണം. എനിക്ക് റെസൻഗൺ പവർ അത് ട്രെയിൻ ചെയ്യണം. ജയന്റ് റെസൻഗൺ പോലും ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് പഠിക്കണം. എനിക്ക് എൻ്റെ പപ്പയെ പോലെ ഒരു മാസ്റ്ററായി തീരണമെന്ന് പറയും. കാക്കാഷിക്കാണെങ്കിൽ അത് കേട്ട് ചത്താ മതിയെന്നാവും. ഓൾറെഡി നിന്റെ പപ്പയെ കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. ഇപ്പൊ ഞാൻ എൻ്റെ റിട്ടയർമെന്റ് ലൈഫ് അത് അടിപൊളിയായിട്ട് ആഘോഷിക്കുകയാണ്. എന്നെ കൊണ്ട് ഈ ഒരു അവസരത്തിൽ നിനക്ക് ട്രെയിനിങ് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആളാണെങ്കിൽ നടന്നു പോകും. റൂട്ടോ ആണെങ്കിൽ രണ്ടാമോ ചിന്തിക്കാതെ ഇപ്പൊ കാക്കാഷി മാസ്റ്റർ കാലിൽ വീണ് കെഞ്ചും, എനിക്ക് വേറെ വഴിയില്ല, എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. കാക്കാഷിക്കാണെങ്കിൽ അത് കാണുമ്പോൾ കുറച്ച് നാണവും ചമ്മലും ഒക്കെ തോന്നും. ചുറ്റുമുള്ളവരെല്ലാവരും ഇപ്പൊ അവരെയാണ് ശ്രദ്ധിക്കുന്നത്. കാക്കാഷി ആണെങ്കിൽ അവനെ പിടിച്ചുയർത്തും. റൂട്ടോ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്. ജയന്റ് റെസൻഗൺ ട്രെയിനിങ് അത് തരാൻ എന്നെ കൊണ്ടാവില്ല. നിന്റെ പപ്പയ്ക്ക് അങ്ങനെ ഒരു ട്രെയിനിങ് കൊടുത്തത് അവന്റെ ഉള്ളിൽ അത്ര എനർജിയും പവറും ചക്രയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്. അവന്റെ ഉള്ളിലെ നയൻ ടെയിൽ അത് ആവശ്യത്തിൽ കൂടുതൽ പവർ അവന് കൊടുത്തിരുന്നു. എന്റെ ഉള്ളിൽ നയൻ ടെയിൽ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും പവർ നിനക്കുണ്ടോ? അത് കേട്ട് ബൊറൂട്ടോയ്ക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ബൊറൂട്ടോ ആണെങ്കിൽ രണ്ടാമോ ചിന്തിക്കാതെ റെസൻഗൺ പവർ ക്രിയേറ്റ് ചെയ്ത് അടുത്തുണ്ടായിരുന്ന ഒരു പാറയിൽ ആഞ്ഞെട്ടിക്കും. അവിടെയാണെങ്കിൽ ചെറിയൊരു ദ്വാരം മാത്രമായിരിക്കും ക്രിയേറ്റ് ആവുക. അതുകൊണ്ട് കാക്കാഷി ആണെങ്കിൽ അവന്റെ ജയന്റ് റെസൻഗൺ അത് ക്രിയേറ്റ് ചെയ്ത് ആ പാറയിലൊരു അടി, പാറയുടെ വലിയൊരു ഭാഗം തന്നെ തകർന്നു വീഴും. വാവ്, എനിക്കും ഇതുപോലെ തന്നെ റെസൻഗൺ ഉപയോഗിക്കണം. അതിന് മാസ്റ്റർ പറയുന്ന എന്ത് കാര്യവും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ബൊറൂട്ടോ ആണെങ്കിൽ വീണ്ടും വീണ്ടും അവനടുത്ത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കാക്കാഷിക്കാണെങ്കിൽ വേറെ വഴിയില്ലാതെ അവനോട് പറയും, ജയന്റ് റെസൻഗണ്ണ് എന്തായാലും എനിക്ക് ട്രെയിൻ ചെയ്യാനായിട്ട് കഴിയില്ല. പക്ഷേ നിന്റെ റെസൻഗൺ പവർ അതെന്നെ കൊണ്ട് ഇംപ്രൂവ് ചെയ്ത് തരാനായിട്ട് കഴിയും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. കാക്കാഷി മാസ്റ്റർ അവനെ അടുത്തേക്ക് വിളിച്ച് റെസൻഗൺ പവറിന്റെ ബേസിക് കാര്യങ്ങൾ മുതൽ അവന് പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങും. ഇത് നീ പഠിക്കേണ്ടത് ചക്ര നേച്ചർ അതെങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നതാണ്. എൻ്റേത് വിൻ സ്റ്റൈലാണ്, അത് സ്ട്രെയിറ്റ് ആയിട്ട് ഉപയോഗിച്ച് കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ് പർപ്പിൾ കളറിൽ അവനവന്റെ പവർ കയ്യിൽ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം അത് ബൊറൂട്ടോയ്ക്ക് ചേഞ്ച് ആക്കി കാണിച്ചു കൊടുക്കും. അതിനുശേഷം കാക്കാഷി ആണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയോട് റെസൻഗൺ പവർ അത് ക്രിയേറ്റ് ചെയ്യാൻ പറയും. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ റെസൻഗൺ ക്രിയേറ്റ് ചെയ്ത് അടുത്തുള്ള പാറയ്ക്ക് നേരെ വലിച്ചെറിയും. കാക്കാഷിക്കാണെങ്കിൽ അത് കാണുമ്പോൾ ഒരല്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. കാരണം ഓൾറെഡി അവനവന്റെ ചക്ര നേച്ചർ അത് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചെയ്യുന്നത് റൈറ്റ് ഫോമിൽ തന്നെയാണ്. പക്ഷേ നിന്റെ ചക്ര നേച്ചർ അത് ഒരല്പം വീക്കാണ്. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത അതിനെ സ്ട്രെങ്തൻ ആക്കി എടുക്കുകയാണെങ്കിൽ നിനക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ നിന്റെ സ്വന്തം പവറിലും എബിലിറ്റിയിലും വിശ്വാസം അർപ്പിച്ച് അതിനെ ഇൻക്രീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിനക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. ഇതൊക്കെയാണെങ്കിൽ ഏകദേശം കാക്കാഷി പറയുന്ന കാര്യങ്ങളെല്ലാം പിടികിട്ടും. എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് അവനിപ്പോൾ വീണ്ടും ഇത്ര എലമെന്റ്സും പവറും ഒക്കെ ചേഞ്ച് ചെയ്ത് അവന്റെ റെസൻഗൺ ക്രിയേറ്റ് ചെയ്യാണ്. ഇത്തവണ ഗ്രീൻ കളറിൽ അവന്റെ ചക്ര ചേഞ്ച് ആയി ഒരു റെസൻഗൺ പുറത്തേക്ക് വരികയാണ്. പക്ഷെ ആ റെസൻഗൺ പവർ ആണെങ്കിൽ അൺകൺട്രോൾഡ് ആയി മുകളിലേക്ക് ഫ്ലൈ ചെയ്തു പോകും. കാക്കാഷിക്കാണെങ്കിൽ അതുകൊണ്ട് ടെൻഷൻ ആവും. കേട്ടോ, നീ എന്തായി ചെയ്യണേ? ആദ്യം നീ നിന്റെ ചക്ര പവറിനെ കൺട്രോൾ ചെയ്യണം, എന്നിട്ട് മാത്രമേ ഇത് ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് കാക്കാഷി ആണെങ്കിൽ ബൊറൂട്ടോയെ അഡ്വൈസ് ചെയ്യും. ബൊറൂട്ടോ വീണ്ടും വീണ്ടും അവന്റെ ശ്രമം അത് തുടർന്നു കൊണ്ടേയിരിക്കും. അതേസമയം ഇവിടെ നമ്മുടെ സാറഡ അവൾ സാസുകയോട് പറയും, എനിക്ക് എത്രയും വേഗം ആ ചിത്തോരി പവർ അത് പഠിക്കണം. സാസുകയ്ക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ. എന്തായി പറയണേ? ചിത്തോരി പവറോ? അതൊരു ഒഫൻസീവ് ടെക്നിക്കാണ്. ഈ പ്രായത്തിൽ നീ അത് പഠിക്കാനായിട്ടില്ല. പക്ഷെ സാറുടെ ആണെങ്കിൽ അവൾക്കത് പഠിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. വേറെ വഴിയില്ലാതെ സാസുക, ഓക്കെ കുഴപ്പമില്ല, നീ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്ത് എന്നെ തോൽപ്പിക്ക്, അതിനുശേഷം നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞ് അവർ ഫൈറ്റ് ചെയ്യും. സാസുകയാണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് അവളെ മലത്തെ അടിക്കും. ആക്ച്വലി നിനക്ക് ശരീരം പവറുണ്ട്, പക്ഷെ അതിൽ വെറും ഒരു ടോം മാത്രമാണുള്ളത്. എൻ്റെ ശരീരങ്ങളിൽ 3 ടോമുണ്ട്. ഒരു ട്രെയിനിങ് എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും മിനിമം നിനക്ക് 2 ടോമെങ്കിലും നിർബന്ധമാണ്. അതുണ്ടാവുന്നത് വരെ നിനക്കത് എടുക്കാനായിട്ട് കഴിയില്ല. അപ്പോഴും സാറുടെ ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ ഞാൻ ട്രെയിനിങ് എടുത്ത് ആ 3 ഡോം തന്നെ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയും. അതിന് സാസുക ചിരിക്കും. ഇതൊരിക്കലും എടുത്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. ഇമോഷൻസിലൂടെ മാത്രമേ ആ 3 ഡോംസ് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. ഉടനെ സാസുകയാണെങ്കിൽ ഒരു സ്ക്രോൾ എടുത്ത് അവൾക്ക്
അവൾക്ക് നേരെ വീശും. അതിൽ നിന്ന് ഒരുപാട് സ്റ്റോൺസ് അവളുടെ നേർക്ക് ചേറി വരികയാണ്. അവളുടെ ഷെരിങ് കണ്ണ് അത് ഓപ്പൺ ചെയ്ത് ഇപ്പം അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. പപ്പ ഒരു കാരണവശാലും എനിക്ക് മകളാണെന്നുള്ള ഒരു കൺസിഡറേഷൻ തരാനായിട്ട് പാടില്ല. ഇപ്പം ഞാൻ സ്ട്രോങ് ആയിട്ട് ട്രെയിനിങ് എടുക്കണം. എൻ്റെ മാസ്റ്ററാണ് നിങ്ങളെന്ന് പറഞ്ഞ് അവർ ട്രെയിനിങ് അത് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് സെൻസായിയും കൊനഹമാരും അവർ രണ്ടുപേരും വിക്ടറിന്റെ ലാബിലേക്ക് വന്നിരിക്കുകയാണ്. അവരാണെങ്കിൽ ആ ലാബ് മുഴുവൻ കയറി ഇറങ്ങി ചെക്ക് ചെയ്യും. അവിടെ അൺയൂഷ്വൽ ആയിട്ട് ഒന്നും തന്നെ കാണില്ല. അതിനാൽ സെൻസായി പറയും, എവിടെയോ ഒരു പ്രൈവറ്റ് ലാബുണ്ട്, അവിടെ തന്നെയായിരിക്കും ഹാസ്ര സെൽസ് അതുണ്ടാവുക. അവരങ്ങനെ ഡിസ്കസ് ചെയ്ത് ഇപ്പൊ വിക്ടറിന്റെ അടുത്തേക്ക് വരും. വിക്ടർ ആണെങ്കിൽ വളരെ വാം വെൽക്കം ഒക്കെ കൊടുത്ത് അവരെ സ്വീകരിക്കുകയാണ്. ആക്ച്വലി നമുക്കിടയിൽ ചെറിയൊരു ഒരസലൊക്കെ ഉണ്ടായി. പക്ഷേ വില്ലേജുമായിട്ട് നല്ലൊരു കണക്ഷൻ അത് ബിൽഡ് ചെയ്തെടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് വിക്ടർ പറയും. അതിന് കൊരഹമാരും ഓക്കെ പറയും. ആക്ച്വലി ഞങ്ങൾക്കും ഇതുപോലൊരു വലിയ ലാബ് ഞങ്ങളുടെ വില്ലേജിൽ സെറ്റ് ചെയ്യണമെന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നതും ഈ ലാബ് മുഴുവനും ചുറ്റി നടന്ന് കണ്ടതും. ഉടനെ ആ സെൻസായി ആണെങ്കിൽ ചാടി എഴുന്നേക്കും. ഇത്രയും ചെറിയ സമയം കൊണ്ട് നിങ്ങൾ എങ്ങനെ ഇത്രയും വലിയൊരു ലാബ് അത് കെട്ടിപ്പടുത്തി എടുത്തു? മാത്രമല്ല ആ ഹാസ്ര സെൽസ് അതെവിടെ? അതായത് കൺട്രോൾ പോകുന്ന കണ്ട കൊനഹമാരു അവനാണെങ്കിൽ സെൻസായി സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തുകയാണ്. പിന്നീട് വിക്ടറിനോട് സോറി പറഞ്ഞ് അവർ വീണ്ടും കാഷ്വലായിട്ട് സംസാരിക്കും. വിക്ടർ ആണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും കുടിക്കാനായിട്ട് ഇവിടേക്ക് കോഫി എത്തിക്കും. അവർ രണ്ടുപേരും അത് കുടിക്കണോ വേണ്ടയോ എന്ന ഡൗട്ടിൽ പരസ്പരം നോക്കുകയാണ്. വിക്ടർ ആണെങ്കിൽ അവന് കിട്ടിയ കോഫി കുടിച്ച് കാഷ്വലായിട്ട് പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിൽ ഞങ്ങൾ പോയിസൺ ഒന്നും കലക്കിയിട്ടില്ല, ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ടീ ആണത്. അത് കേട്ട് അവരും അത് കുടിക്കാനായിട്ട് തുടങ്ങുകയാണ്. നിങ്ങൾക്കിപ്പോൾ ആവശ്യം ആ ഹാസ്ര സെൽസല്ലേ? സത്യത്തിൽ അത് വിട്ടുതരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളുടെ ഈ ലാബും അതിൻ്റെ വളർച്ചയെല്ലാം തന്നെ ആ ഹാസ്ര സെൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. മാത്രമല്ല ബോർഡറിൽ വെച്ച് ഫൈറ്റ് ഉണ്ടായതിൽ ഞങ്ങൾക്ക് നല്ല കുറ്റബോധമുണ്ട്. അത് വെറും സെൽഫ് ഡിഫൻസ് ആയിട്ട് മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. ഉടനെ കൊനഹമാരുമാണെങ്കിൽ തീർത്തു പറയും, അത് ലീഫ് വില്ലേജിന് കിട്ടേണ്ടതാണ്. ഫസ്റ്റ് ഹോക്കാഗയുടെ പവർ കൊണ്ടാണ് അത് ഉണ്ടാക്കിയത്. വിക്ടർ ആണെങ്കിൽ അടിച്ചു പറയും, ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ ഇവിടേക്ക് വരാൻ പാടില്ല. ഹാസ്ര സെൽസ് അത് ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ ലാബിന് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് അവർ രണ്ട് ടീമും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ബഹളത്തിനൊടുവിൽ ഹീമാരും സെൻസായും അവർ രണ്ടുപേരും ഇവിടുന്ന് കടന്നു പോവാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഹീമാവാരി അവളാണെങ്കിൽ ഇപ്പൊ അവളുടെ അമ്മയോട് പറയും, എൻ്റെ ബിഗ് ബ്രദർ ബൊറൂട്ടോയെ കുറിച്ച് ഓർത്ത് എനിക്കിപ്പോൾ ഭയങ്കര അഭിമാനമാണ്. അവനിപ്പോൾ കാക്കാഷ് സെൻസായോടൊപ്പമാണ് ട്രെയിനിങ് എടുക്കുന്നത്. തീർച്ചയായിട്ടും നാളത്തെ ഫുഡ് അത് ഞാൻ തന്നെ എൻ്റെ ബിഗ് ബ്രദറിന് കൊടുക്കുമെന്ന് പറഞ്ഞ് അവളിപ്പോൾ ബൊറൂട്ടോയുടെ ഫോട്ടോയിലേക്ക് നോക്കും. അപ്പോൾ ഒരു ഭാഗത്ത് കാട്ടിലാണെങ്കിൽ ബൊറൂട്ടോ ആണെങ്കിൽ റെസ്റ്റ് ഇല്ലാതെ കാക്കാഷിയുടെ കൂടെ ട്രെയിനിങ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. കാക്കാഷി മാസ്റ്റർ ആണെങ്കിൽ ചില ടിപ്സൊക്കെ ഇപ്പോൾ ബൊറൂട്ടോയ്ക്ക് പറഞ്ഞു കൊടുക്കും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ആ ടിപ്സൊക്കെ വളരെയധികം അവന് ട്രെയിനിങ്ങിൽ അത് ഹെൽപ്ഫുള്ളായി മാറും. മാസ്റ്റർ കാക്കാഷി, നിങ്ങൾ ഒരുപാട് വലിയ വലിയ മിഷൻസിലൊക്കെ പങ്കെടുത്തിട്ടില്ലേ? അതിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അത് കേട്ട് കാക്കാഷി തലകുനിച്ച്, എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തത് എൻ്റെ കോമ്പറൻ്റ് ആയിട്ടുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവനൊരു മിഷനിൽ മരിച്ചു പോയതാണ്. എനിക്കൊരിക്കലും അത് താങ്ങാൻ കഴിയുമായിരുന്നില്ല. അല്പസമയം കഴിഞ്ഞ് ഇപ്പോൾ കാക്കാഷി ആണെങ്കിൽ ഹീമാവരി കൊണ്ടുവന്ന ഫുഡ് ബൊറൂട്ടോയ്ക്ക് കൊടുക്കും. അതിൽ ഹീമാവരിയുടെ ഒരു ചെറിയ ലെറ്ററൊക്കെ ഉണ്ടാവും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമാവുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ സാരഡ അവളാണെങ്കിൽ നിർത്താതെ ട്രെയിനിങ് എടുത്തെടുത്ത് അങ്ങനെ ടയേർഡായിട്ട് താഴെ വീഴും. അവളുടെ കണ്ണിലാണെങ്കിൽ ചോര. അത് കണ്ട് സാസുയ്ക്ക് ടെൻഷനാവും. പക്ഷേ സാറടയാണെങ്കിൽ ചെയ്യാൻ തയ്യാറാവാതെ വീണ്ടും അവളുടെ പപ്പയോട് ട്രെയിനിങ് എടുക്കാനായി പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ സാറടയാണെങ്കിൽ വീണ്ടും തീവ്രമായിട്ട് ട്രെയിനിങ് എടുക്കും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ബൊറൂട്ടോ അവൻ്റെ ക്ലൗണിനെ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ റെസറങ്ങൾ ക്രിയേറ്റ് ചെയ്തോ അതുപോലെ ക്രിയേറ്റ് ചെയ്ത് ആ പാറയിൽ ആഞ്ഞടിക്കുകയാണ്. ആ ഒരു അടിയിൽ കൺട്രോൾ പോയ ബൊറൂട്ടോ ആണെങ്കിൽ തെറിച്ചു പോവും. കാക്കാഷി അവനെ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യും. കട്ട് ചെയ്ത ഇപ്പൊ വിക്ടർ ലാബ് കാണിക്കും. അവിടെ നമ്മുടെ സെൻസായിയും കൊനഹമാരും അവർ രണ്ടുപേരും വിക്ടറിനെയും അവൻ്റെ അസിസ്റ്റൻസിന്റെ കണ്ണു വെട്ടിച്ച് ആ ലാബിലേക്ക് കയറി പറ്റുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.